വിജയിച്ചിട്ടുള്ള സക്സസ്ഫുൾ ഏതെങ്കിലും മേഖല വിജയിച്ചിട്ടുള്ള പല ആൾക്കാരും രാവിലെ ടൈം കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. ഏർലി മോർണിംഗിന് ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ തന്നെ ഈ എക്സസൈസ് ഇങ്ങനെ തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. ഏർലി മോർണിംഗ് രാവിലെയുള്ള സമയം 90 മിനിറ്റ് നമ്മൾ 90 ദിവസം ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ 90 ഡേയ്സ് 90 മിനിറ്റ് നമ്മൾ എൻഗേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളതിനകത്ത് വിജയിക്കും. മൈൻഡ് അതിനകത്തേക്ക് പൂർണ്ണമായിട്ട് സെറ്റാവും. അതാണ് അത് രാവിലെയുള്ള ടൈം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ സമയം ഇത് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഒരുപക്ഷെ വലിയ സക്സസ് വിചാരിക്കുന്ന ഒരു സക്സസ് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഏർലി മോർണിംഗ് ഉള്ള ടൈം നിങ്ങളോട് സമയം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ സക്സസ് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം കൂട്ടും. അപ്പോൾ മോർണിംഗ് സെഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തെ സെഷൻ നമ്മളിവിടെ ആരുടെ കൂടെ, പ്രത്യേകിച്ച് നമ്മൾ രാവിലെയുള്ള സമയം ജീവിതത്തിൽ ആരുടെ കൂടെ സമയം ചിലവാക്കുന്നു, എന്ത് കേൾക്കുന്നു, എങ്ങനെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. ബ്രെയിനിൻ്റെ ഫുഡ് നമ്മൾ ശരീരത്തെ അകത്തേക്ക് കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ബ്രെയിനിൻ്റെ ഫുഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അകത്തേക്ക് കഴിക്കുന്ന ഫുഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിനിൻ്റെ ഫുഡ്. നമ്മുടെ ജീവിതം മുഴുവൻ നിർണ്ണയിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് പൈസ പോയാലാണ് ഏറ്റവും ചെറിയ ലോസ്. കൂടുതൽ ആൾക്കാരും ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും പൈസ പോകുന്നതിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ പൈസ പോകുന്നതാണ് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ ലോസ്. ഏറ്റവും ചെറിയ പ്രശ്നം പൈസയുടെ പ്രശ്നമാണ്. പല ആൾക്കാരും ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്ന ഈ ഒരൊറ്റ സാധനത്തിലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വറി ചെയ്യാറേയില്ല. നമ്മുടെ ആരോഗ്യം പോകുന്നതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. കണ്ണ് കണ്ട ചപ്പും ചവറും എല്ലാം നമ്മൾ വലിച്ച് കഴിക്കുന്നു. 30 വയസ്സായ പയ്യന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്നു. ഇന്നലെ വരെ ഓടി നടന്ന ആൾ മരിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അവിടുത്തെ ചടങ്ങിന് നമ്മൾ അവിടെ പോയി നിൽക്കുന്നു. അവിടെ പോയി നിന്ന് നമ്മൾ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തായിരിക്കും ഈ മരിക്കാനുള്ള കാരണം, എന്തായിരിക്കാം, അതിലേക്ക് എത്താനുള്ള ഇത്രയും ചെറുപ്രായത്തിൽ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ വരാതിരിക്കാൻ വല്ല മാർഗ്ഗങ്ങളുണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധയുടെയല്ല. നമുക്കൊന്നും പ്രശ്നമില്ല. പൈസ നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് പൈസയ്ക്ക് വേണ്ടി തല്ല് കൂടുന്നു, നിസ്സാര പൈസയ്ക്ക് അയലോക്കത്തുള്ളവരോട് അടി കൂടുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും എന്തിനാ പൈസ നമുക്കറിയാമല്ല. ഇപ്പം പല ആൾക്കാരും നമ്മൾ പൈസ ആശുപത്രി കൊടുക്കാനാണോ, ആശുപത്രിക്കാർക്ക് വേണ്ടിയാണോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് പോലും നമ്മൾ തോന്നിപ്പോകും പലപ്പോഴും. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാമല്ല. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിൻ്റെ. കാരണം ഒരു സ്കൂളിലും കോളേജിലും പലപ്പോഴും ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് നമ്മളൊരു എംപ്ലോയി ആകാൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ആണ് നമുക്ക് പലർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ട്രേഡിങ്ങിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾക്കൊരു 8:30 കഴിയുമ്പോഴത്തേന് ചാർട്ട് കിട്ടും. നിങ്ങൾക്ക് ഇന്നത്തെ അടുത്ത 24 അവേഴ്സിലേക്കുള്ള സിഗ്നലാണത്. അടുത്ത 24 അവേഴ്സിലേക്കുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് സപ്പോർട്ട് ലെവല്, റെസിസ്റ്റൻസ് ലെവല്, ടാർഗറ്റ്, ഈ 3 കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. അതിനകത്ത് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയാൽ വന്ന് നിൽക്കുന്ന പോയിന്റുകളെയാണ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡേഴ്സ് ഗ്രൂപ്പുണ്ട്. ആ ട്രേഡേഴ്സ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാവിലെ അത് വരും. ആ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ആദ്യത്തെ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആയാൽ മാത്രമേ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുള്ളൂ. ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയോണം. പല ആൾക്കാരും റെസിസ്റ്റൻസ് ലെവലിൽ ഏറ്റവും മുകളിലേക്ക് ഇട്ട് സെൽ ഓർഡർ ഇട്ടാൽ മോള് വരുമ്പം പരമാവധി ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ സംഭവിക്കണമെന്നില്ല. മൂന്നാമത്തെ റെസിസ്റ്റൻസ് ലെവലിലൊക്കെ പല ദിവസങ്ങളും മാർക്കറ്റ് എത്താറില്ല. വളരെ അപൂർവം ദിവസങ്ങൾ മാത്രമേ എത്താറുള്ളൂ. ഫസ്റ്റ് ലെവലാണ് ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എൻ്റെ തൊട്ട് താഴെ ആയിരിക്കണം നമ്മുടെ സെൽ ഓർഡർ ഉണ്ട്. റെസിസ്റ്റൻസ് ലെവൽ എപ്പോഴും മാർക്കറ്റ് റെസിസ്റ്റൻസ് ലെവലിൻ്റെ അവിടെയാണ് റേറ്റ് നിൽക്കുന്നതെങ്കിൽ വളരെ കെയർഫുൾ ആവുക. കൂടുതലിട്ട് കളിക്കരുത്, കൂടുതൽ എമൗണ്ട് ഇട്ട് കളിക്കാതിരിക്കുക. 10% കൂടുതൽ ഒരിക്കലും നമ്മൾ അവിടെ ഇട്ട് കളിക്കരുത്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ക്രിക്കറ്റൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് സിംഗിൾ മുട്ടി നിൽക്കുക. ആ സമയത്ത് റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് പ്രൈസ് നിൽക്കുന്നെങ്കിൽ ഈ 10% കളി മാത്രം ചെയ്ത് സിംഗിൾ എടുത്ത് നിൽക്കുക. അതായത് വില മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് പല ആൾക്കാർക്കും ആവേശം കയറാറുണ്ട്. ശരിക്കുള്ള ആവേശം വരേണ്ട താഴോട്ട് പോകുമ്പോഴാണ്. ഇത് ഓപ്പോസിറ്റാണ് പല ആൾക്കാർക്കും പലപ്പോഴും സംഭവിക്കുന്നത്. റേറ്റ് താഴോട്ട് പോകുമ്പോഴാണ് ആവേശം വരുന്നത്.